നമ്മളെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കാര്യമാണ് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാണുവാൻ, അല്ലേ? സൂര്യാസ്തമയം കാണുവാൻ വേണ്ടി മാത്രം ബീച്ചിൽ പോകുന്നവർ ലക്ഷക്കണക്കിനാണ്. എന്നാൽ ചന്ദ്രനിൽ ഒരു സൂര്യോദയം കണ്ടാലോ എങ്ങനെ നമ്മൾ കാണുമല്ലേ? അതിനായി ചന്ദ്രനിൽ സൂര്യോദയത്തിന്റെ മനോഹരമായ ഒരു ചിത്രം പകർത്തിയിരിക്കുകയാണ് ഫയർഫ്ലൈ എക്സ്റോസ്പേസിന്റെ ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ. നാസയുടെ സാങ്കേതിക വിദ്യയുടെയും സാമ്പത്തിക സഹായത്തിന്റെയും പിൻബലത്തോടെയാണെങ്കിലും ചന്ദ്രനിൽ തകരാതെ മനോഹരമായി ഒരു ബഹിരാകാശ പേടകം ഇറക്കി കാണിച്ചിരിക്കുകയാണ് ഫയർഫ്ലൈ എയ്റോസ്പേസ് എന്ന അമേരിക്കൻ കമ്പനി. ബ്ലൂ ഗോസ്റ്റ് എന്ന് പേരിട്ട പേടകമാണ് ചന്ദ്രനിൽ ഒരു സ്റ്റേബിൾ ലാൻഡിംഗ് നടത്തി മാർച്ച് 2 ചരിത്രം കുറിച്ചത്. ഈ നേട്ടത്തിന് ശ്രമിക്കുമ്പോൾ സ്പേസ് ക്രാഫ്റ്റ് തകരുകയോ മറയുകയോ ചെയ്തില്ല എന്നിടത്താണ് ഫയർഫ്ലൈ എയ്റോസ്പേസിന്റെ നേട്ടമെന്ന് വിദഗ്ധർ പറയുന്നു. ഈ നേട്ടം ഇതിനോടകം കൈവരിച്ചത് റഷ്യ, അമേരിക്ക, ചൈന, ഇന്ത്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ്. സ്വകാര്യ കമ്പനികൾ ബഹിരാകാശ മേഖലയിലും കണ്ണുവച്ച് നേട്ടം കൊയ്യുന്നത് പുതിയൊരു തുടക്കം കുറിക്കുന്നു. ഫയർഫ്ലൈ എയ്റോസ്പേസും സംയുക്തമായി നടത്തിയ ഫയർഫ്ലൈ ദൗത്യത്തെക്കുറിച്ച് നാസ പുറത്തിറക്കിയിരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ആത്മവിശ്വാസത്തോടുകൂടി ചന്ദ്രനിലിറങ്ങി വെറും 30 മിനിറ്റിനുള്ളിൽ ബ്ലൂ ഗോസ്റ്റ് ചന്ദ്രോപരിതലത്തെക്കുറിച്ച് പകർത്തിയ ചിത്രങ്ങളും അയക്കാൻ ആരംഭിച്ചു. ആദ്യം പകർത്തിയത് ഒരു സെൽഫിയാണ്. ഇതിൽ സൂര്യദീപ്തിയും ഉൾപ്പെട്ടതിനാൽ അത് ഉദ്ദേശിച്ചത്ര നന്നായില്ലെന്നാണ് വിലയിരുത്തൽ. രണ്ടാമത്തെ ചിത്രത്തിലുള്ളത് അങ്ങകലെ ബഹിരാകാശത്തിന്റെ ഇരുളിമയിൽ ഒരു ചെറിയ നീലപ്പുള്ളിയായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയായിരുന്നു. ബ്ലൂ ഗോസ്റ്റ് അയച്ച ആദ്യ ചിത്രങ്ങളിലൊന്ന് നാസ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴുണ്ട്. ബ്ലൂ ഗോസ്റ്റ് നാസയുടെ കൊമേഴ്ഷ്യൽ ലൂനാർ പേലോഡ് സർവീസ് സംരംഭത്തിന്റെ ഭാഗമാണത്. സ്വകാര്യ മേഖലയുടെ കൂടെ പങ്കാളിത്തത്തോടുകൂടി ചന്ദ്രനെ വാണിജ്യപരമായി ഉപയോഗിക്കുവാനുള്ള ശ്രമമാണ് CLPS നടത്തുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യാപരമായ 10 പരീക്ഷണങ്ങൾ നടത്താനാണ് ബ്ലൂ ഗോസ്റ്റ് ചന്ദ്രനിലെത്തിയിരിക്കുന്നത്. ഇതിനായി $101 ദശലക്ഷം നാസ നൽകിയിരിക്കുന്നത്. അതിനു പുറമെ ഉപകരണങ്ങൾക്കായി $44 ദശലക്ഷം നൽകി. സംഭവിക്കാവുന്ന അപകടങ്ങളെ മറികടന്ന് നേരത്തെ നിശ്ചയിച്ച ഏകദേശം 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ ബ്ലൂ ഗോസ്റ്റ് ഇറക്കുവാനായിരുന്നു ശ്രമിച്ചതെന്ന് കമ്പനിയുടെ പ്രതിനിധി റേ അലൻവർത്ത് പറഞ്ഞു. ഈ നേട്ടമാണ് കമ്പനി ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചന്ദ്രനിലെ മണ്ണ് ശേഖരിക്കുവാനുള്ള ഒരു വാക്വം ഉപരിതലം തുറന്ന് 10 അടി താഴ്ചയിലെ താപനില എന്താണ് എന്നറിയുവാനുള്ള ഉപകരണങ്ങളും ലാൻഡറിലുണ്ട്. ചന്ദ്രനിലെ പൊടിപടലങ്ങൾ ഒഴിവാക്കുവാനുള്ള ഉപകരണവുമുണ്ട്. നാസയുടെ അപ്പോളോ ദൗത്യത്തിലെ ബഹിരാകാശ യാത്രികർ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഈ പൊടിപടലമായിരുന്നു. പല പരുക്കൻ വസ്തുക്കളും അവരുടെ സ്പേസ് സൂട്ടുകളിലേക്കും ഉപകരണങ്ങളിലേക്കും പറ്റിപ്പിടിക്കുകയും അവ നീക്കം ചെയ്യുവാൻ അധ്വാനം വേണ്ടിവരികയും ചെയ്തു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ചന്ദ്രനിലേക്കുള്ള പറക്കലിനിടയിൽ ബ്ലൂ ഗോസ്റ്റ് ഭൂമിയുടെ വിശദമായ ചിത്രങ്ങളും പിടിച്ചെടുത്ത് അയച്ചിരുന്നു. പിന്നീട് ചന്ദ്രോപരിതലത്തിലെ വിള്ളലുകളെക്കുറിച്ചുള്ള ഹൈ റെസൊല്യൂഷൻ ഫോട്ടോകളും അയച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെല്ലാം പുറമെ ബ്ലൂ ഗോസ്റ്റുള്ള റിസീവർ ഉപയോഗിച്ച് അമേരിക്കൻ GPS സംവിധാനത്തിൽ നിന്നും യൂറോപ്യൻ ഗലീലിയോ കോൺസ്റ്റലേഷൻസിൽ നിന്നുമുള്ള സിഗ്നലുകളും സ്വീകരിച്ചു എന്നത് പുതിയ നേട്ടങ്ങളുടെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഭാവിയിലെ ചാന്ദ്ര ദൗത്യങ്ങൾക്ക് ഇത് വലിയ ഗുണം ചെയ്തേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.